to AU Life. This is Roxana from AU Life. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഒത്തിരി കാർബും അപ്പം അങ്ങനെയൊക്കെ അരി ആഹാരങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ്. അരി അല്ലെങ്കിൽ പിന്നെ വരുന്നത് ബ്രെഡോ ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് വെയിറ്റ് ലോസിനും ഒത്തിരി ഹെൽത്തി ഓപ്ഷനിലായിട്ടും സ്റ്റൊമക്കിന് ഒത്തിരി നന്നായിട്ടുള്ള ഒരു 2-3 റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റുകൾ വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അത് 3-ൽ കൂടുതൽ വേണം, പക്ഷേ എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾഡ് ഓട്സ്, ചിയ സീഡ്സ്, ഇപ്പോൾ ഫാറ്റ് ഫ്രീ ആൽമണ്ട് മിൽക്ക് ആണ് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത്. ഇനി ഓരോന്നിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. കാരണം ആ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ട് നമ്മൾ റെസിപ്പി കാണിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം റോൾഡ് ഓട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഹൈ ഇൻ ഫൈബർ ഉണ്ട്, ഒരുപാട് മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ ഹൈ റിച്ച് ആണ് ഓട്സിൽ. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എന്ത് ബെനിഫിറ്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ ഒത്തിരി ലോവർ ചെയ്യാൻ സഹായിക്കും. ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ക്രേവിങ്സ് കുറയും. അത് വേറൊരു ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവൽസിനെ കൺവേർട്ട് ചെയ്യും, കുറയ്ക്കും. കാരണം ഹൈ ഫൈബർ ഉള്ള ഫുഡ് എടുക്കുമ്പോഴത്തേനും ഈ ഫൈബർ വളരെ സ്ലോയിലാണ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുക. അങ്ങനെ വരുമ്പോഴത്തേനും പെട്ടെന്നായിട്ട് ഈ റോൾഡ് ഓട്സ് എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് ആട്ടോ അത്. കാരണം അത് കുറച്ച് ടൈം എടുത്ത് ഡൈജഷൻ നടക്കുമ്പോഴത്തേനും ഷുഗറായിട്ട് നമ്മുടെ ബോഡിയുടെ എനർജിയെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും. അപ്പം ക്വിക്കായിട്ട് ഷുഗർ ലെവൽ കൂടില്ല. അതാണ് വേറൊരു ബെനിഫിറ്റ്. അപ്പം അതുപോലെ തന്നെ കൊളസ്ട്രോള്, ഷുഗറ് എല്ലാം കുറയ്ക്കാൻ നല്ലതാണ്. നമുക്ക് ബോഡി ഫാറ്റ്, ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാനും ഓട്സ് നല്ലതാണ്. സോ ചിയ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഇനി പറയുന്നത്, അതായത് ഹൈ ഇൻ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. സോ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട നല്ല ഫാറ്റി ആസിഡ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ നല്ല ഫാറ്റി ആസിഡ്, ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് വേണം. എന്നിട്ട് നമ്മുടെ ബോഡിയിലെ ബാഡ് കൊളസ്ട്രോളിനെ ലോവർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അത് ചിയ സീഡ് ചെയ്യും. അപ്പം നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഹൈ ഇൻ പ്രോട്ടീനും ഹൈ ഇൻ ഫൈബറുമാണ്. സോ ഹൈ ഇൻ പ്രോട്ടീനും ഫൈബറും ഉള്ള ബെനിഫിറ്റ് ഉറപ്പായിട്ടും ബോഡിക്ക് എനർജി, പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, എനർജി കിട്ടും. ലോ കാർബാണ്, ഫൈബറുണ്ട്. ഫൈബറും കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫില്ലിംഗ് ഇഫക്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് വേണ്ടത് ഫൈബറാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രേവിങ്സ് കുറയും, ഫില്ലിംഗ് ആയിരിക്കും, കൊളസ്ട്രോൾ ലോവർ ചെയ്യും, ബ്ലഡ് ഷുഗർ കുറയ്ക്കും. അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ് ഇഫക്റ്റും കൂടെ ചിയ സീഡിനുണ്ട്. ബ്ലഡ് തിന്നിങ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഒത്തിരി ബെനിഫിറ്റാണ് ഉള്ളത് ചിയ സീഡ് എടുക്കുന്നത് കൊണ്ട്. ഇനി ചിയ സീഡിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് പറയാനുള്ളത് ഹൈ ഇൻ ബോൺ ന്യൂട്രിയൻസ്, അതായത് കാൽസ്യം കണ്ടൻ്റ് ഒക്കെ ഒരുപാട് ഉണ്ട്. അപ്പം നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിനെല്ലാം ഒത്തിരി നല്ലതാണ്. അതായത് നമ്മൾ പ്രായമാകും തോറും നമ്മുടെ ബോണൊക്കെ വീക്കാവും. അപ്പം അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ചിയ സീഡ്. അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കും, ബോഡിയുടെ ഫാറ്റും കുറയ്ക്കും. ഹാർട്ട് ഡിസീസസ് ഉള്ളവർക്ക്, ബ്ലഡ് പ്രഷറും ഹാർട്ട് ഡിസീസ് എല്ലാം കമ്പൈൻഡ് ആണ് നമ്മുടെ ബോഡിയിൽ. നമുക്ക് ഒന്ന് വന്നാൽ അടുത്തതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഉള്ളതാണ് ചിയ സീഡിൽ. ഇനി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഹൈ ഇൻ ഉണ്ട്, ഹൈ ഇൻ മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു കംപ്ലീറ്റ് ഫുഡ് പോലെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ചിയ സീഡ്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഫീലിംഗ് ഫുള്ളാണ്. കാരണം ചിയ സീഡ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഡ്രൈ ഫോമിൽ എടുക്കാൻ പാടില്ല, അത് ചോക്കിങ് ഹസാർഡുണ്ട്. സോ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കഴിക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡാണ് ചിയ സീഡ്. അത് ഡെസേർട്ട് ഫോമിലൊക്കെ കഴിക്കാം, ബട്ട് നമ്മളൊരു ഹെൽത്തി ഫോമിൽ കഴിക്കാം. ഇനി ആൽമണ്ട് മിൽക്ക് നമ്മൾ എടുത്തതിൻ്റെ കാരണം 2-3 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നിപ്പം ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഉള്ളവർക്ക്, പാലെടുത്തു കഴിഞ്ഞാൽ വയറ്റിന് പ്രശ്നമുള്ളവർക്ക്, അസിഡിറ്റി പ്രോബ്ലംസ് ഉള്ളവർക്ക് ഒക്കെ ആൽമണ്ട് മിൽക്ക് ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആണ്. ഇനി ആൽമണ്ട് മിൽക്കിൻ്റെ മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ലോ ഫാറ്റ് ഫോമിൽ നമുക്ക് മറ്റു പാലും കിട്ടും. പക്ഷേ ആൽമണ്ട് മിൽക്ക് ആകുമ്പോഴത്തേനും കുറച്ചും കൂടി പ്ലാന്റ് ബേസ്ഡ് ആണ്. നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എടുക്കുമ്പോഴത്തേനും ഈ ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറഞ്ഞൊരു സംഭവം അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളത് കൂടുതലായിട്ടും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൽമണ്ട് മിൽക്കിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
അത് 98% ഫാറ്റ് ഫ്രീ ഉള്ള ആൽമണ്ട് മിൽക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കാഷ്യൂ മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ ഫാറ്റ് കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ, കോക്കനട്ട് മിൽക്ക്. അത് ഫാറ്റ് കളഞ്ഞ് വേണം എടുക്കാൻ. അതായത് ഇപ്പോൾ ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഫോമിൽ എടുക്കാം. ഇനി നമുക്ക് ചിയാ സീഡ് അളവ്, എത്ര അളവ് നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാം? 1.5 ടേബിൾ സ്പൂൺ ട്വൈസ് എ ഡേ, 2 നേരം കഴിക്കാം. ഇതാണ് ഇതിൻ്റെ മാക്സിമം എമൗണ്ട് ഒരാൾ ബോഡിയിൽ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന റെസിപ്പിയിൽ 1 ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ കൂടുതലുള്ളതായിട്ട് തോന്നും. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഗ്ലാസ്സിലൊക്കെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി സ്വെല്ലപ്പ് ചെയ്ത് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ റെസിപ്പി കാണിക്കുമ്പോൾ ഇടുമ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് തോന്നും. പക്ഷേ മൊത്തം 4 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഞാൻ 4 ജാറിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. സോക്ക് ചെയ്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ചിയാ സീഡാണ് ഞാനിപ്പോൾ ഇടുന്നത്. നമുക്ക് സോക്ക് ചെയ്യാതെയും ചെയ്യാം, ഞാൻ അതിനും കാണിച്ചു തരാം. അപ്പോൾ ഇത് ആൽമണ്ട് മിൽക്കും കുറച്ച് വെള്ളവും രണ്ടും കൂടി ചേർത്താണ് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചത്. ഇത് ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ഇട്ടത്. ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇടാം. ഞാൻ പറഞ്ഞല്ലോ 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഇട്ടത് ഇതേ റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സിന് അങ്ങനെ അളവൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രീതിയിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമേ അതിനുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ അല്ല, വെയിറ്റ് ലൂസിന് സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ കുറച്ചധികം റോൾഡ് ഓട്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിലേക്ക് ആൽമണ്ട് മിൽക്ക് ഒഴിക്കും. ആൽമണ്ട് മിൽക്കും ഞാൻ അങ്ങനെ ഒരുപാട് അളവ് നോക്കിയല്ല ഒഴിക്കുന്നത്, കുറച്ച് ഞാനങ്ങ് ഒഴിക്കും, അതൊന്ന് സോക്കാവാൻ. ഓട്സും നമുക്ക് നന്നായിട്ട് സോക്കാവാനുണ്ട്. ഇനി ഇത് നല്ല കട്ടിക്ക് തിക്കായിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് അത്രയും അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബെറീസ് ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പം നമ്മുടെ ബോഡിയിലെ എന്താ പറയുക, എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ബെറീസ്. അപ്പം ഇതിപ്പം ഫ്രോസൺ ബെറീസാണ് ഞാനിപ്പോൾ ഇടുന്നത്, മിക്സഡ് ബെറീസ് കേട്ടോ. മിക്സഡ് ബെറീസിലെല്ലാം ഉണ്ട്, റാസ്ബെറിയും ബ്ലൂബെറിയും ഒക്കെ ഉണ്ട്. റാസ്ബെറിക്ക് ചെറിയൊരു പുളിയുടെ ഫ്ലേവറാണ്, ബ്ലൂബെറിയും മറ്റു ബെറികളൊന്നും അങ്ങനെയില്ല. അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് യോഗട്ട്, അത് ലോ ഫാറ്റ് ഫ്ലേവേർഡ് യോഗട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോഴത്തേനും ആ ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞു നിൽക്കും. ഇനി ഈ ഫ്ലേവേർഡ് യോഗട്ട് ഇല്ലാതെയും കഴിക്കാം, ഒരു കുഴപ്പമില്ല, നിർബന്ധമില്ല യോഗട്ട് ചേർക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ടു. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1-2 ബെറി ഇങ്ങനെ മേലി വെക്കുക കേട്ടോ. നമ്മളിനി അടുത്ത ജാർ പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പം ഇത് നമ്മൾ ജാർ നമ്പർ 2 കേട്ടോ, അതായത് നമ്മൾ രണ്ടാമത് അടുത്ത ജാറിനകത്തേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചിയ സീഡ് ഇടുന്നു. പക്ഷേ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് മാറ്റി ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫ്ലേവറിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അതിന് വേണ്ടി അത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചിയ സീഡ് സോക്ക് ചെയ്തിട്ടു. ആൽമണ്ട് മിൽക്ക് ഒഴിക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, യോഗട്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. മധുരം ത്തിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്, നമ്മളിത് കഴിക്കുമ്പോൾ മടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലേവേർഡ് യോഗട്ട്. ഫ്ലേവേർഡ് യോഗട്ട് ഇടണമെന്നില്ല, സാധാ യോഗട്ട് ഇടാം. ലോ ഫാറ്റ് ഫ്ലേവർ ഇല്ലാത്ത, ലോ ഫാറ്റ് ഒരു ഫ്ലേവറും ഇല്ലാത്ത, മധുരം ഇല്ലാത്ത യോഗട്ട് ഇടാം, ഒരു കുഴപ്പമില്ല. അതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാനിവിടെ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലേവേർഡ് യോഗട്ട്. ആ ഒരു മധുരം, ഒത്തിരി മധുരമില്ല എന്നാൽ ഒരു ബെറിയുടെയും ഒക്കെ ചെറിയ പുളി ഫ്ലേവറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത്. ഇനി നമുക്ക് സ്ട്രോബെറി യൂസ് ചെയ്ത് ചെയ്യാം. ഇത് സ്ട്രോബെറി ഇട്ടു, ഇഷ്ടമാതിരി ഇടാം കേട്ടോ. ബെറീസൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ലാവിഷായിട്ട് ചേർക്കാം. അപ്പം സ്ട്രോബെറിക്കും ചെറിയൊരു പുളിയുടെ ഫ്ലേവറുണ്ട്, അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ ഈ യോഗട്ട് അങ്ങ് ബാലൻസ് ചെയ്യാം. അപ്പോൾ ലോ ഫാറ്റ് ഫ്ലേവേർഡ് യോഗട്ട് വാനിലയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ബ്ലൂബെറി. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് റാസ്ബെറി ആണ്.
അപ്പം റാസ്ബെറി ഇതേ വാലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് ഇടുമ്പം പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്ത് പോകും. റാസ്ബെറി ഇടുക നമ്മൾ കുറച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇതിനൊന്നും അളവില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം ബെറീസ്. കണ്ട് ഞാനിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഇത് കയ്യിലൊക്കെ ഒട്ടി പോവുക. ഇനി ഇടുന്ന കുറച്ച് ബനാന. ഇത് മെയിനായിട്ട് റാസ്ബെറിയുടെ പുളി ബാലൻസ് ചെയ്യും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് നന്നായിട്ട് കറക്റ്റ് ആവും കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ ഫ്രൂട്ട്സൊക്കെ ചേർക്കുക. ഇത് ഞാൻ ഡ്രൈ ചിയാ സീഡ് ഇട്ട് കാണിച്ചു തരുവാണ്. ഇപ്പോൾ ഓവർനൈറ്റ് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി, സോക്ക് ചെയ്ത് വെച്ചില്ല, കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഇതിൻ്റെ കൂടെ സോക്ക് ചെയ്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ എന്തായാലും ഇനി ഓവർനൈറ്റ് വെക്കാൻ പോകുന്നതാണ്, കാരണം ഓട്സ് എല്ലാം നമുക്ക് സോക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കറക്റ്റ് ഇട്ടു. അതിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട് മിൽക്ക് ഒഴിക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഓട്സ് തന്നെ ഇടുന്നേ. പാലൊഴിച്ചു. ഇതിപ്പം നല്ല വാട്ടർ ആയിട്ട് തോന്നും, കാരണം നമ്മുടെ ചിയാ സീഡ് ഒത്തിരി സോക്കായിട്ടില്ല, ഓട്സ് ഒരുപാട് സോക്കായിട്ടില്ല. പക്ഷേ ഇത് ഇരുന്ന് കഴിയുമ്പം ഒരുവിധം സെറ്റായി വരും. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മാംഗോ പ്യൂരി ഒഴിക്കുകയാണ് തൈരിന് പകരം. കാരണം ഇവിടെ മാംഗോ ഉണ്ടായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ച മാങ്ങ കുറച്ചുണ്ടായിരുന്നു, അപ്പം ഞങ്ങളത് അടിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ഞാനിതിൽ യോഗട്ട് ചേർക്കുന്നില്ല. മാങ്ങ ഉള്ളത് കൊണ്ടാണ് യോഗട്ട് ചേർക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പം മാങ്ങ ഇത് നല്ല പഴുത്ത് പോയി, അതുകൊണ്ടാണ് പ്യൂരി ആയിട്ട് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ബെറിയുടെ കൂടെ മാങ്ങയും ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങ പ്യൂരി ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഴം ഇടുക. ഇനി ഞാൻ കുറച്ച് ബെറീസ് ഇടുക കേട്ടോ. ഇത് റാസ്ബെറി തന്നെയാണ് കേട്ടോ. റാസ്ബെറി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അത് ശരിക്കും ഉടഞ്ഞു. അപ്പം ഞാൻ ആ ഉടഞ്ഞത് അങ്ങനെ തന്നെ അതിലേക്കും കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ. ഓട്സും ചിയാ സീഡും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനകത്ത് പല ഫ്രൂട്ട്സ് ഇട്ട് ട്രൈ ചെയ്യാം. ഞാനിന്ന് മാംഗോ പ്യൂരി ചേർത്തത് ഞാൻ പറഞ്ഞില്ലേ, മാംഗോ ഒത്തിരി പഴുത്തതിൻ്റെ ഇരുന്നുകൊണ്ട് ഞാനതങ്ങ് പ്യൂരി ആക്കി. ഇല്ലെങ്കിൽ ഞാൻ മാങ്ങോയുടെ പീസസ് കട്ട് ചെയ്ത് കഷ്ണങ്ങളായിട്ട് തന്നെ കേട്ടോ ഇടാറ്. അപ്പം പഴം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് ചെയ്യാം. പിന്നെ ബെറീസ് യൂസ് ചെയ്തതിൻ്റെ മെയിൻ അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മറ്റെല്ലാ ഫ്രൂട്ട്സിനേക്കാളും ബെറ്റർ ബെറീസാണ്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം, ബെല്ലി ഫാറ്റ് കുറയ്ക്കണം, അതിനൊക്കെ ഉള്ളതല്ലേ, കാർബ് കുറയ്ക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ഷുഗർ കഴിവതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അന്ന് കുറച്ചൊരു മധുരത്തിൻ്റെ ഫ്ലേവർ നമുക്ക് മടുക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് യോഗട്ട് ചേർത്തിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് മേപ്പിൾ സിറപ്പ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ റെസിപ്പിയോട് വൈൻഡപ്പ് ചെയ്യാണ്. വണ്ണം വയറ് ഒക്കെ കുറയ്ക്കേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അതൊരു അറ്റ്ലീസ്റ്റ് കുറേ ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.